ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. SSLC പരീക്ഷയിൽ ഈ വീഡിയോയുടെ കവർ ഫോട്ടോയിൽ നിങ്ങൾ കണ്ടതുപോലെ തന്നെ SSLC പരീക്ഷയിൽ 60% മുകളിൽ നിങ്ങൾക്ക് ഗ്രേഡ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ 60% താഴെ ഗ്രേഡ് ലഭിച്ച വിദ്യാർത്ഥികൾ ഈ സ്കോളർഷിപ്പിനെ കുറിച്ചിട്ട് അറിയേണ്ട ആവശ്യമില്ല. 60% മുകളിൽ ഗ്രേഡ് ലഭിച്ച വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് 15,000 രൂപ സ്കോളർഷിപ്പ് ലഭിക്കും. ഈ സ്കോളർഷിപ്പിന് അപേക്ഷ കൊടുക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ജൂൺ മാസം, അതായത് ഈ മാസം 26-ാം തീയതി വൈകിട്ട് 5 മണി വരെയാണ്. ഇതൊരു ഗവൺമെന്റ് സ്കോളർഷിപ്പ് അല്ല, ഒരു പ്രൈവറ്റ് സ്കോളർഷിപ്പാണ്. അപ്പൊ പ്രൈവറ്റ് സ്കോളർഷിപ്പിന് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുമോ എന്നുള്ള സംശയം നിങ്ങൾക്കുണ്ട്. വിദ്യാർത്ഥികൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം അറിയും, പ്രൈവറ്റ് ആയാലും ഗവൺമെന്റ് ആയാലും നമ്മൾ അപേക്ഷ കൊടുക്കാത്തതിന്റെ പേരിൽ അല്ലെങ്കിൽ ഈ ഒരു സ്കോളർഷിപ്പിനെ കുറിച്ചിട്ട് അറിയാത്തതിന്റെ പേരിൽ ആനുകൂല്യം നഷ്ടപ്പെടുത്താൻ പാടില്ല. കഴിഞ്ഞ വർഷം വരെ അപേക്ഷ കൊടുത്ത വിദ്യാർത്ഥികൾക്കൊക്കെ, അർഹരായ വിദ്യാർത്ഥികൾക്കൊക്കെ ഈ സ്കോളർഷിപ്പ് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട്, ലളിതമായിട്ട്, ജലദോഷം പിടിച്ചുകൊണ്ടോ സൗണ്ട് ചെറിയ വ്യത്യാസമാണ്, എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട്, ലളിതമായിട്ട് നിങ്ങൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടോ ഈ സ്കോളർഷിപ്പിന് അപേക്ഷ കൊടുക്കാം. ഇനി അതും പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള കമ്പ്യൂട്ടർ സെന്ററുകൾ മുഖേന അക്ഷയ വഴിയൊക്കെ ഈ സ്കോളർഷിപ്പിന് അപേക്ഷ കൊടുക്കാം. എന്തായാലും നിലവിൽ +1 അഡ്മിഷൻ നേടിയ SSLC പരീക്ഷയിൽ 60% മുകളിൽ ഗ്രേഡ് ലഭിച്ച വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് ലഭിക്കുക. അപ്പോൾ നമുക്ക് ഈ സ്കോളർഷിപ്പിനെ കുറിച്ചിട്ട് കൂടുതലായിട്ടൊന്ന് അറിയാം. എങ്ങനെയാണ് അപേക്ഷ കൊടുക്കേണ്ടത്, ആർക്കൊക്കെ അപേക്ഷ കൊടുക്കാം, അപേക്ഷ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ആവശ്യമായിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതേപോലെയുള്ള ലേറ്റസ്റ്റ് സ്കോളർഷിപ്പ് അപ്ഡേറ്റ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം അറിയും, ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക, ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ശേഷം www.klscholarships.com ഞാനിവിടെ കൊടുക്കാം. ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിളിൽ ഒരുപാട് ലിസ്റ്റ് അവൈലബിൾ ആയിട്ട് വരും. അതിന് ഏറ്റവും ആദ്യ ഭാഗത്ത് ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് കാണാം www.klscholarships.com എന്നുള്ള ഒരു സൈറ്റ് കാണാം. ആ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതായത് ഈ ഒരു വെബ്സൈറ്റ് വഴി കേരളത്തിലുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഗവൺമെന്റ് ആയിക്കോട്ടെ പ്രൈവറ്റ് ആയിക്കോട്ടെ എല്ലാ സ്കോളർഷിപ്പ് അപ്ഡേറ്റുകളും ഈ വെബ്സൈറ്റ് വഴി ലഭിക്കും. ഈ വെബ്സൈറ്റ് ഫോളോ ചെയ്താലും മതിയാകും. ഇതിൽ റീസെന്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത ഒരു സ്കോളർഷിപ്പ് നിങ്ങൾ കാണാം. SSLC പരീക്ഷയ്ക്ക് 60% മുകളിൽ ഗ്രേഡ് ലഭിച്ചിട്ടുണ്ടോ എങ്കിൽ 15,000 രൂപ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കും. ജസ്റ്റ് എന്ത് ചെയ്യുക, ആ ഒരു ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് സ്കോളർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട വിശദമായ വിവരം ഇവിടെ കാണാൻ സാധിക്കും. ഇതിന് അപേക്ഷ കൊടുക്കേണ്ട മെത്തേഡ്, ഏത് രീതിയിലാണ് അപേക്ഷ കൊടുക്കേണ്ടത് എന്നുള്ളത് ഉൾപ്പെടെ ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകില്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇതിൽ വ്യക്തമായിട്ട് നൽകിയിട്ടുണ്ട്. ഈ രീതിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഈ സ്കോളർഷിപ്പിന് അപേക്ഷ കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം പരിശോധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രധാനമായിട്ടും ഈ സ്കോളർഷിപ്പിന് ആവശ്യമായിട്ട് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, അപേക്ഷിക്കുന്ന വിദ്യാർത്ഥി 10ാം ക്ലാസ്സിൽ 60% മുകളിൽ ഗ്രേഡ് ലഭിച്ച വിദ്യാർത്ഥിയും നിലവിൽ +1 അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥിയും ആയിരിക്കണം. സ്കീം ഏതായിക്കോട്ടെ, കോഴ്സ് ഏതായിക്കോട്ടെ, ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ 60% മുകളിൽ ഗ്രേഡ് ലഭിച്ച് നിലവിൽ +1 അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളായിരിക്കണം. രണ്ടാമതായിട്ട് ഇന്ത്യയിലെ ഗവൺമെന്റ് സ്കൂളിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്കൂളിലോ, ഗവൺമെന്റ് പ്രൈവറ്റോ ആയിക്കോട്ടെ, അഡ്മിഷൻ എടുത്ത കുട്ടികൾ ആയിരിക്കണം. മൂന്നാമതായിട്ട് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥിയുടെ കുടുംബ വാർഷിക വരുമാനം 3 ലക്ഷം രൂപയിൽ കൂടാൻ പാടില്ല. അതായത് നിങ്ങളുടെ കുടുംബ വാർഷിക വരുമാനം ഉണ്ടാവും, അത് 3 ലക്ഷം രൂപയിൽ കൂടാൻ പാടില്ല. അതുപോലെ തന്നെ പ്രധാനമായിട്ടും കേരള, കർണാടക, ഡൽഹി നാഷണൽ ക്യാപിറ്റൽ റീജിയൺ, അതേപോലെ മഹാരാഷ്ട്ര, തെലങ്കാന, വെസ്റ്റ് ബംഗാൾ, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലുള്ള +1 നിലവിൽ അഡ്മിഷൻ നേടിയ 60% മുകളിൽ ഗ്രേഡ് ലഭിച്ച കുട്ടികൾക്കാണ് അപേക്ഷ കൊടുക്കാൻ സാധിക്കുക. അതായത് ഈ സംസ്ഥാനങ്ങൾ കേരളം ഉൾപ്പെട്ടിട്ടുണ്ട്. ലാസ്റ്റായിട്ട് പെൺകുട്ടികൾക്കും അതുപോലെ തന്നെ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ ഏതെങ്കിലും ഒരാൾ നഷ്ടപ്പെട്ട കുട്ടിക്കോ അല്ലെങ്കിൽ 2 പേരും നഷ്ടപ്പെട്ട കുട്ടിക്കോ ഒക്കെ ഈ സ്കോളർഷിപ്പിന് മുൻഗണന ഉണ്ട്. എല്ലാവർക്കും കൊടുക്കാം, പക്ഷെ ഈ വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് മുൻഗണന കൂടുതലായിരിക്കും.
ഇനി സ്കോളർഷിപ്പ് തുക ഗ്രാൻഡ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 15,000 രൂപ നിങ്ങൾക്ക് ഒറ്റത്തവണയായിട്ട് സ്കോളർഷിപ്പ് തുക ലഭിക്കും. ഇനി ഈ സ്കോളർഷിപ്പിന് അപേക്ഷ കൊടുക്കാൻ ആവശ്യമായിട്ട് വേണ്ട രേഖകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 10ാം ക്ലാസ്സിലെ മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി, അതുപോലെ തന്നെ വിദ്യാർത്ഥിയുടെ ആധാർ കാർഡിന്റെ കോപ്പി, മൂന്നാമതായിട്ട് വില്ലേജ് ഓഫീസിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു 3 ലക്ഷം രൂപയിൽ കൂടാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 6 മാസത്തിന്റെ ഉള്ളിൽ നിങ്ങൾ എടുത്ത വില്ലേജ് ഓഫീസിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ് കോപ്പി ആവശ്യമാണ്. അതേപോലെ തന്നെ നിലവിൽ +1 അഡ്മിഷൻ നേടിയ അഡ്മിഷൻ ലെറ്റർ അല്ലെങ്കിൽ അലോട്ട്മെന്റ് മെമ്മോ, അതുപോലെ തന്നെ അപേക്ഷിക്കുന്ന വിദ്യാർത്ഥിയുടെ ബാങ്ക് വിവരങ്ങൾ, പ്രധാനമായിട്ടും നാഷണലൈസ്ഡ് ബാങ്ക് ആയിരിക്കണം. അതിലെ ബാങ്കിന്റെ പാസ്ബുക്കിന്റെ ഫ്രണ്ട് പേജിന്റെ കോപ്പി ആവശ്യമാണ്. അതേപോലെ തന്നെ അക്കൗണ്ട് നമ്പർ, IFSC ബ്രാഞ്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ആ പാസ്ബുക്കിന്റെ കോപ്പി, അതാണ് പ്രധാനമായിട്ടും ആവശ്യമായിട്ടുള്ളത്. അതേപോലെ തന്നെ വിദ്യാർത്ഥിയുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഇതാണ് വേണ്ടത്. ഇനി എങ്ങനെയാണ് അപേക്ഷ കൊടുക്കേണ്ടത് എന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ താഴെ കാണുന്ന ഒരു ക്ലിക്ക് ഹിയർ എന്ന് കാണാം. ഈ ക്ലിക്ക് ഹിയർ എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഇന്റർഫേസ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരിക. ഈ സ്കോളർഷിപ്പിന്റെ പേര് നെക്സ്റ്റ് ജെൻ എഡു സ്കോളർഷിപ്പ് എന്നാണ്. പ്രധാനമായിട്ടും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പിന് അപേക്ഷ കൊടുക്കാൻ സാധിക്കുക. അതായത് ഈ ഒരു സ്കോളർഷിപ്പ് ലക്ഷ്യമിടുന്നത് നെക്സ്റ്റ് ജെൻ എഡു എന്ന ഈ ഒരു സ്ഥാപനം ലക്ഷ്യമിടുന്നത് പ്രധാനമായിട്ടും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ തുടർ പഠനത്തിന് വേണ്ടിയിട്ട് സാമ്പത്തിക സഹായം നൽകുക. സ്കൂൾ ഫീസ്, ട്യൂഷൻ ഫീസ്, അതേപോലെ തന്നെ ബുക്കിന്റെ ഫീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ 15,000 രൂപ കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സ്കോളർഷിപ്പ് ഒരു ഗ്രാൻഡ് ചെയ്യുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു ഇന്റർഫേസ് നിങ്ങൾക്ക് ലഭിക്കും. അതിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് താഴെ ഭാഗത്ത് വരിക, അപ്ലൈ നൗ എന്ന് കാണാം, അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ഇന്റർഫേസ് ആയിരിക്കും ലഭിക്കുക. ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്തത് കൊണ്ടാണ് അങ്ങനെയുള്ള ഒരു ഇന്റർഫേസ് വന്നത്. ഇങ്ങനെ നിങ്ങൾക്കൊരു വിൻഡോ ലഭിക്കും. ഇതിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വെബ്സൈറ്റ് വഴി ഒരു സ്കോളർഷിപ്പിന് അപേക്ഷ കൊടുക്കുന്നത് എങ്കിൽ, ഈ ബഡി ഫോർ സ്റ്റഡി എന്ന് പറയുന്നത് ഗവൺമെന്റ് സ്കോളർഷിപ്പും പ്രൈവറ്റ് സ്കോളർഷിപ്പും അടങ്ങിയ മറ്റുള്ള പല കമ്പനികളും വിദ്യാർത്ഥികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ സ്കോളർഷിപ്പും ജെന്യൂൻ ആയിട്ടുള്ള ഒരു സൈറ്റാണ്. അപ്പോൾ എല്ലാ സ്കോളർഷിപ്പ് അപ്ഡേറ്റും ഈ വെബ്സൈറ്റ് വഴി നമുക്ക് ലഭിക്കും. അപ്പോൾ പ്രധാനമായിട്ടും കേരളത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റുന്ന സ്കോളർഷിപ്പുകളാണ് നമ്മുടെ KL സ്കോളർഷിപ്സ് വഴി ലഭിക്കുക. അപ്പോൾ ഇതിൽ ഒരുപാട് കുട്ടികൾ ഓൾറെഡി ഈ വെബ്സൈറ്റ് വഴി അപേക്ഷ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ അപേക്ഷ കൊടുത്ത കുട്ടികളാണെങ്കിൽ ആ സമയത്ത് നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. മൊബൈൽ നമ്പറും ഒരു പാസ്വേഡും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ മൊബൈൽ നമ്പറും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് ജസ്റ്റ് ലോഗിൻ കൊടുക്കുക. ഇനിയല്ല, ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ സ്കോളർഷിപ്പിന് അല്ലെങ്കിൽ ഒരു സ്കോളർഷിപ്പിന് അപേക്ഷ കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യുന്നത് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഇന്റർഫേസ് ലഭിക്കും. ഇതിൽ നിങ്ങൾ നിങ്ങളുടെ നെയിം കൊടുക്കുക, ലാസ്റ്റ് നെയിം കൊടുക്കുക, ഇമെയിൽ ID കമ്പൾസറി ആണ്, ഇമെയിൽ ID കൊടുക്കുക, മൊബൈൽ നമ്പർ മാൻഡറ്ററി ആണ്, അത് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു പാസ്വേഡ് 8 ക്യാരക്ടർ ഉള്ള, അതിന് ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ, അതേപോലെ തന്നെ സ്പെഷ്യൽ ക്യാരക്ടർ, അതേപോലെ തന്നെ നമ്പേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പാസ്വേഡ് കൊടുക്കുക. ശേഷം ആ പാസ്വേഡ് നമ്മൾ കൺഫേം ചെയ്യുക, ടേംസ് ആൻഡ് കണ്ടീഷൻസ് അഗ്രി ചെയ്യുക, സൈനപ്പ് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷന് അക്കൗണ്ട് ക്രിയേഷൻ സക്സസ്ഫുൾ ആവും. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്യാം. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ID യും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുകയാണ് വേണ്ടത്. ഞാനിവിടെ ലോഗിൻ ചെയ്യാണ്, എൻ്റെ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ലോഗിൻ ചെയ്യാണ്. ശേഷം പാസ്വേഡ് കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ യു ഹാവ് സക്സസ്ഫുള്ളി ലോഗിൻ എന്ന് കാണാം. അവിടെ ഓക്കെ കൊടുക്കുക. നെക്സ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ഇന്റർഫേസ് ലഭിക്കും. ജസ്റ്റ് ഒന്ന് അപ്ലൈ നൗ കൊടുക്കുക. നിങ്ങൾ ഓൾറെഡി ലോഗിൻ ചെയ്തു. ഇനി നേരെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ആപ്ലിക്കേഷൻ ആണ് ലഭിക്കുക. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ആപ്ലിക്കേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ഈ സ്റ്റാർട്ട് ആപ്ലിക്കേഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ ഒരു സ്കോളർഷിപ്പിന്റെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്, എലിജിബിലിറ്റി ക്രൈറ്റീരിയ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് വായിക്കണമെങ്കിൽ അത് ജസ്റ്റ് വായിക്കാം. ദെൻ സ്റ്റാർട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക്
നിങ്ങളുടെ എലിജിബിലിറ്റി സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഇത് വരും. നോക്കുക, ഇവിടെ ആധാർ വെരിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആധാർ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ആധാർ വെരിഫിക്കേഷൻ നടത്തുക. ശേഷം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം തൊട്ട് ബാക്കിലായിട്ട് കാണാം. ആപ്ലിക്കേഷൻ ഫോം വിശദമായിട്ട് വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കൊടുക്കുക. ആദ്യം നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ആദ്യം നിങ്ങൾ കൊടുക്കേണ്ടത്. താഴെ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ചോദിക്കും. നിങ്ങളുടെ നിലവിലുള്ള എഡ്യൂക്കേഷൻ +1 അലോട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ SSLC പഠിച്ച സ്കൂളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക. നെക്സ്റ്റ് ഫാമിലി മെമ്പർ ഡീറ്റെയിൽസ് കൊടുക്കുക. ഡോക്യുമെന്റ്സുകൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക. ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുക. ശേഷം എന്ത് ചെയ്യുക, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ടിക്ക് കൊടുത്തിട്ട് പ്രിവ്യൂ കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുക. ഇത്രേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയുള്ള അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ഇമെയിൽ വഴി ലഭിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ SMS ആയിട്ടും ലഭിക്കും. ഇനി ഫർദർ അപ്ഡേറ്റ്സുകൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അതുവഴിയാണ് ലഭിക്കുക. എന്തായാലും എന്തെങ്കിലും സംശയം ഈ സ്കോളർഷിപ്പ് അപേക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമൻറ്റായി ടെക്സ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. മറ്റൊരു വീഡിയോ വേണ്ടി കാണാം. ബൈ ഫ്രണ്ട്സ്.